നമ്മള് ട്രിഗണോമെട്രിയുടെ റേഡിയൻ മെഷർ ആൻഡ് ഡിഗ്രി മെഷറിനകത്തെ നല്ലൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ടെസ്റ്റിനകത്ത് ഉള്ള ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് സർക്കിൾ ഇൻ വിച്ച് എ സെൻട്രൽ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ഇന്റർസെപ്റ്റ്സ് ആൻ ആർക്ക് ഓഫ് ലെങ്ത് 37.4 സെന്റിമീറ്റർ. യൂസ് പൈ ഈസ് ഈക്വൽ ടു 22/7. അതായത് ഒരു സർക്കിള് ആ സർക്കിളിന്റെ സെന്റർ ഓർത്തിരിക്കുക. ഈ സെന്റർ O ആണ്. അതിന്റെ റേഡിയസ് ഓഫ് സർക്കിൾ, അപ്പൊ ഇതൊരു ആർ, നമ്മൾ ഇങ്ങോട്ട് റേഡിയസ്, ഇത് റേഡിയസ് ആയിട്ട് എടുത്തു. ഇത് റേഡിയസ്, ഇത് റേഡിയസ്. ആർ സെൻട്രൽ ആംഗിൾ തീറ്റ. അപ്പൊ നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കണം. പക്ഷെ അവര് ആംഗിൾ തന്നിട്ടുണ്ട്. 60 ഡിഗ്രി ആണ് സെൻട്രൽ ആംഗിൾ. ഇത് ലെങ്ത് ഓഫ് ദി ആർക്ക് L is equal to 37.4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് L തന്നു, ലെങ്ത് ഓഫ് ദി ആർക്ക് 37.4 സെന്റിമീറ്റർ. കണ്ടോ, ആർക്ക് ഓഫ് ലെങ്ത് 37.4 സെന്റിമീറ്റർ. അപ്പൊ L is equal to 37.4. തീറ്റ 60 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷെ എന്നൊരു പ്രശ്നം, നമുക്ക് ലെങ്ത് ഓഫ് ദി ആർക്ക് കാണുന്ന ഇക്വേഷൻ ആർ തീറ്റയാണ്, ആർ ഇൻറ്റു തീറ്റ. അതിനകത്ത് നമ്മൾ ആർ കാണാൻ പറയുമ്പോൾ L/തീറ്റയാണ്. പക്ഷെ L എന്താണ്, സെന്റിമീറ്ററിൽ തന്നിരിക്കുന്നു, തീറ്റ ഡിഗ്രിയിൽ തന്നിരിക്കുന്നു, ഡിഗ്രി മെഷർ. രണ്ട് മെഷർ ആകുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഡിഗ്രി മെഷറിനെ നമുക്ക് റേഡിയൻ മെഷർ നമ്മുടെ ഈ യൂണിറ്റ് ആക്കി മാറ്റണം. 60 × π/180. 0 ക്യാൻസൽ ചെയ്തു. π/3. തീറ്റ ഈസ് ഈക്വൽ ടു π/3 റേഡിയൻ ആയി മാറി. 6ഉം 8 ക്യാൻസൽ ചെയ്തു 3. അപ്പം π/3 റേഡിയൻ എന്ന് പറഞ്ഞു. പക്ഷെ ലെങ്ത് ഓഫ് ദി ആർക്ക് കാണുന്ന ഇക്വേഷൻ L is equal to R × തീറ്റയാണ്. റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, L/തീറ്റ. അപ്പം L എന്ന് പറഞ്ഞാൽ 37.4 തീറ്റയുടെ വാല്യൂ π/3. അപ്പൊ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ 37.4 എന്നുള്ളത് ഇൻഡു ആവും. π/3 എന്ന് പറയുമ്പോൾ 3/π. റെസിപ്രോക്കൽ ഉണ്ട്, π/3 റെസിപ്രോക്കൽ 3/π എന്നായി. 3/π. ഇനി ആ പൈയുടെ വാല്യൂ നമ്മൾ തിരിച്ചു കൊടുക്കും. പൈ 3.14 കൊടുത്താണ്. പക്ഷെ ഇവർ എടുത്തു പറഞ്ഞിരിക്കുന്നത് യൂസ് പൈ ഇസ് ഈക്വൽ ടു 22/7 എടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. അത് തന്നെ നമുക്ക് ചെയ്യാം. 37.4 × 3/22/7. 22/7. പൈയുടെ വാല്യൂ 22/7. അപ്പം റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ 37.4 × 3 ബൈ എന്നുള്ളത് ഇൻഡു ആവും 7/22. 22/7 റെസിപ്രോക്കൽ 7/22. അപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. 37.4 × 21. കാരണം 3 × 7 21. ഓൾ ഡിവൈഡഡ് ബൈ 22. ഇത് ഓൾ ഡിവൈഡഡ് ബൈ എന്നാണ് അർത്ഥം. കാരണം ന്യൂമറേറ്റർ എല്ലാം ഇതെല്ലാം /1/1. 3 എന്ന് പറയാം 3/1 എന്നാണ്. ഇപ്പൊ ന്യൂമറേറ്റർ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നു by 22. ഇപ്പൊ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് 374നെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു ഡെസിമൽ മാറ്റുക. 374നെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 473 8 14 7 4 15 8 7 7 8 അല്ലേ? മൾട്ടിപ്ലൈ നോക്കിയാൽ ശരിയാണോ? സോറി, ഇത് 714. അപ്പം 4 8 plus 7 15 remainder 1 4 plus 3 7 plus 1 8 7 7854 എന്ന് വരും. അപ്പൊ ഒരു ഡെസിമൽ മാറ്റുമ്പോൾ 785.4/22. 785.4. കാരണം ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ഉണ്ട്. അത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റി. ഇനി നാച്ചുറൽ നമ്പർ ആക്കാൻ ഇത് ഡെസിമൽ കഴിഞ്ഞ് ഒരു പ്ലേസ് ആയതുകൊണ്ട് 10 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം ഡെസിമൽ കഴിഞ്ഞ് ഒരു പ്ലേസ് ആകുമ്പോൾ 10 കൊണ്ട്, ഡെസിമൽ കഴിഞ്ഞ് 2 പ്ലേസ് ഉണ്ടെങ്കിൽ 100 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. ഒരേ സംഖ്യ കൊണ്ട് തന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ആകുമ്പോൾ 7854. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ വലത്തോട്ടൊക്കെ മാറും. 7854 എന്നാവും. 10 കൊണ്ട് 100 കൊണ്ടാകുമ്പോൾ 2 സ്ഥാനം വലത്തോട്ട് പോകും. 1000 കൊണ്ടാണെങ്കിൽ 3 സ്ഥാനം വലത്തോട്ട് പോകും അല്ലെ? by 220. ഒന്നിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിംപ്ലസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ അങ്ങ് ഡിവൈഡ് ചെയ്യാം. 7854നെ 220 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 7854നെ 220 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 7854 ഡിവൈഡഡ് ബൈ 220. 3 times 660 5 2 1 4 കൊണ്ട് എഴുതി. എത്ര പ്രാവശ്യം വരും? 5 times
1100. സബ്ട്രാക്ട് ചെയ്തു 451. അപ്പൊ പോയിന്റ് കൊടുത്തു 0. 7 times 1540. അപ്പൊ 35.7 സെന്റിമീറ്റർ. അപ്പൊ റേഡിയസ് ഈസ് ഈക്വൽ ടു 35.7 സെന്റിമീറ്റർ. റേഡിയസ് ഇത് എക്സാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ടെസ്റ്റിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി ആംഗിൾ ഇൻ ഡിഗ്രി മെഷർ ത്രൂ വിച്ച് എ പെൻഡുലം സ്വിംഗ്സ് if its length is 75 centimeter and tip describes an arc of length 21 centimeter. അതായത് ഒരു പെൻഡുലം, ഒരു ക്ലോക്കിന്റെ പെൻഡുലം ഇല്ലേ, ഇങ്ങനെ സ്വിംഗ് ചെയ്യുന്ന പെൻഡുലം, അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ആംഗിളാണ്. ഇപ്പൊ ഇവിടെ ഇതൊരു പെൻഡുലം ഇങ്ങനെ വന്നു, ഇങ്ങോട്ട് പെൻഡുലം ഇങ്ങനെ ആഡ് ചെയ്യുകയാണ്, സ്വിംഗ് ചെയ്യുകയാണ്, ഇങ്ങനെ പെൻഡുലം ഇങ്ങനെ സ്വിംഗ് ചെയ്യുന്നു, ആടുന്നു. അപ്പൊ അതിന്റെ പെൻഡുലം സ്വിംഗ്സ് ഇറ്റ്സ് ലെങ്ത് 75 സെന്റിമീറ്റർ ആണ്. അതിന്റെ പെൻഡുലത്തിന്റെ ലെങ്ത് 75 സെന്റിമീറ്റർ ആൻഡ് ടിപ്സ് ഡിസ്ക്രൈബ്സ് ആൻ ആർക്ക് ഓഫ് ലെങ്ത് 21 സെന്റിമീറ്റർ. ഈ നീളം ഇവിടെ ഇങ്ങനെ സ്വിംഗ് ചെയ്യുന്ന ഇത്രയും നീളം എന്ന് പറഞ്ഞാൽ 21 സെന്റിമീറ്റർ ആണ്. 21 സെന്റിമീറ്റർ ആയിട്ട് വന്നിരിക്കും. ഓക്കെ. ആൻഡ് ടിപ്പ് ഡിസ്ക്രൈബ്സ് ആൻ ആർക്ക് ഓഫ് ലെങ്ത് 21 സെന്റിമീറ്റർ. അപ്പൊ നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ദി ആംഗിൾ ഇൻ ഡിഗ്രി മെഷർ. അപ്പം തീറ്റ കണ്ടുപിടിക്കണം. അപ്പം ഇതൊരു സർക്കിൾ ആയി കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ ഇതൊരു സർക്കിൾ ആവത്തില്ല. ഇതൊരു സർക്കിൾ ആവുമ്പോൾ ഇത് റേഡിയസ് ആണ്, ആർ ആണ്. അപ്പം ആർ ഈസ് ഈക്വൽ ടു 75 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിനെ സർക്കിൾ ആക്കി മാറ്റാം. ഇങ്ങനെ മാറ്റുമ്പോൾ ഇത് റേഡിയസ് ആണ്. ആർ ഇസ് ഈക്വൽ ടു 75, എൽ ഇസ് ഈക്വൽ ടു 21 സെന്റിമീറ്റർ ആർക്ക് ലെങ്ത്. അപ്പം എൽ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് തീറ്റ ഇസ് ഈക്വൽ ടു എൽ ബൈ ആർ. എൽ എന്ന് പറഞ്ഞാൽ 21 ബൈ ആർ എന്ന് പറഞ്ഞാൽ 75. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 ബൈ 25 റേഡിയൻ. 2 സെന്റിമീറ്റർ ആണ്. ഇത് സെന്റിമീറ്റർ ആണ്, ഇത് സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഫ്രാക്ഷൻ ആകുമ്പോൾ റേഡിയനിലേ എഴുതാവും. അപ്പം 3 കൊണ്ട് 3 ഇൻറ്റു 7 21, 25 ഇൻറ്റു 3 75. ഇതേ നമ്മൾ ഡിഗ്രി മെഷർ ആക്കണം. റേഡിയൻ മെഷർ ആണ്, ഇവിടെ വരെ ചെയ്താൽ മതി. ഡിഗ്രി മെഷർ ആക്കണമെങ്കിൽ ഇതിനെ നമ്മൾ 7 ബൈ 25 ഇൻറ്റു 180 ബൈ പൈ എന്ന് എഴുതും. സിംപ്ലസ്റ്റ് ആക്കാൻ പറ്റുവാണെങ്കിൽ ആക്കാം. 5 കൊണ്ട് 36, 5 കൊണ്ട് 5. ഒന്നുകൂടെ ശരിക്കും എഴുതുമ്പോൾ 7 ബൈ 5 ഇൻറ്റു, അപ്പൊ 5 ഇൻറ്റു 5 25, 36 ഇൻറ്റു 5 180. അപ്പൊ 7 ബൈ 5 ഇൻറ്റു 36 ബൈ പൈ എന്ന് വന്നിരിക്കുകയാണ്. 7 ബൈ എപ്പോഴും സിംപ്ലസ്റ്റ് ആക്കി ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. 36 ബൈ പൈ. അപ്പൊ 7 ബൈ 5 ഇൻറ്റു 36 ബൈ പൈയുടെ വാല്യൂ 22 ബൈ 7. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 ബൈ 5 ഇൻറ്റു 36. ഈ ബൈ എന്നുള്ളത് ഇൻറ്റു ആവും. 22 ബൈ 7 എന്ന് പറയുമ്പോൾ 7 ബൈ 22 ആണ്. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം 2 കൊണ്ട് 18, 2 കൊണ്ട് 11. അപ്പൊ നമുക്ക് 7 ഇൻറ്റു 18 ഇൻറ്റു 7 ബൈ 5 ഇൻറ്റു 11. ശ്രദ്ധിക്കാം, ഇത് 7 ബൈ 25, അതിനെ 180 ബൈ പൈ. അപ്പൊ 5 കൊണ്ട് 5 ഇൻറ്റു 5 25, 36 ഇൻറ്റു 5 180. ഇപ്പൊ 7 ബൈ 5 ഇൻറ്റു 36 ബൈ പൈ. പൈയുടെ വാല്യൂ 22 ബൈ 7. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 36 ഇൻറ്റു 7 ബൈ 22. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 11. അപ്പൊ 7 ഇൻറ്റു 18 ഇൻറ്റു 7 ബൈ 5 ഇൻറ്റു 11. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 7 ഇൻറ്റു അതിലൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 7 ഇൻറ്റു 7 49 ആണ്. 18 ഇൻറ്റു 49. 7 ഇൻറ്റു 7 49 ഇൻറ്റു 18 അല്ലേ? 49 ഇൻറ്റു 18. 49 ഇൻറ്റു 18 മൾട്ടിപ്ലൈ. 7 392 9 4 882. 882 divided by 55. 882 divided by 50. ശരിയാണോ നോക്കാം? അപ്പം ഇതിനെ ഡിവൈഡ് ചെയ്യാം. നമ്മൾ റേഡിയൻ മെഷർ ഡിഗ്രി മെഷർ ആക്കാൻ പോവുകയാണ്. അതിനെ ഡിഗ്രി മെഷർ ആണ് ഈ കിടക്കുന്നത്. നമ്മൾ അതിനെ എന്താക്കും? സോറി, റേഡിയൻ മെഷർ നമ്മൾ ഡിഗ്രി മെഷർ ആക്കാൻ ഡിവൈഡ് ചെയ്യുകയാണ്. 882 divided by 55. 1 times 55, 33, 2, 6 times 20, 330, remainder 2. അപ്പൊ 16 and 2 by 55.
അപ്പൊ നമുക്ക് 16 ഡിഗ്രി. ഇനി എക്സസ് ആയിട്ട് 2/15 കിടപ്പുണ്ട്. ആ 2/15 നമുക്ക് ഡിഗ്രിയെ മിനിറ്റ് ആക്കണം. ഇതിനെ മിനിറ്റ് ആക്കണം. ഡിഗ്രിയെ മിനിറ്റ് ആക്കാൻ 2 നമ്മൾ പറഞ്ഞത് ഇത് മൊത്തം ഡിഗ്രിയിൽ കിടക്കുക. അപ്പൊ ഇത് പെർഫെക്റ്റ് നമ്പർ ഡിഗ്രി ആക്കി ബാക്കി ഡിഗ്രിയെ മിനിറ്റ് ആക്കാനാണ് 2/55 into 60. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5 കൊണ്ട് 5 into 12 60. 5 into 11 that is 24/11. അപ്പൊ 24നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11 into 2 22. റിമൈൻഡർ 2. അപ്പൊ 2 and 2/11. അപ്പം 2 minutes. ഇനി ഇതിനെ സെക്കൻഡ് ആക്കണം. 2/11 into 60. അതായത് 120/11. അപ്പൊ 120യെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11 into 1 11. റിമൈൻഡർ 1. ഒരു 0 എഴുതി. എന്നിട്ട് ഇതിനകത്ത് ഇൻവോൾവ് അല്ല. അപ്പൊ ഒരു 0 കൊടുത്തു. 10 seconds. കണ്ടല്ലോ. അപ്പൊ 16 and 2/55നെ 16 ഡിഗ്രി. പക്ഷെ 2/15നെ നമുക്ക് എന്താക്കി മാറ്റി മിനിറ്റ് ആക്കാനായിട്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ക്യാൻസൽ 5 into 11 55. 5 into 12 60. അപ്പൊ 24/11. 24/11നെ ഡിവൈഡ് ചെയ്തപ്പോ 2 and 2/11. 2 minutes. ഇത് എക്സസ് ആയിട്ട് വരുന്ന ഈ മിനിറ്റിനെ സെക്കൻഡ് ആക്കണം. 2/11 വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 120/11. 120/11 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 11 into 1 11. റിമൈൻഡർ 1. ഒരു നമ്പറോടെ എടുക്കാൻ പറ്റത്തുള്ളൂ 0. എന്നിട്ട് ഇതിനേക്കാൾ വലിയ നമ്പറാണിത്. ഇവിടെ 0 കൊടുത്തു. അപ്പൊ 10 minutes. 16 ഡിഗ്രി 2 minute and 10 second. 10 seconds. അപ്പം 16 ഡിഗ്രി 2 minute and 10 seconds.